ഹലോ ഗൈസ്, ഹായ്. VK വ്ളോഗിൻ്റെ ഓണം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം എല്ലാവർക്കും നമ്മുടെ VK വ്ളോഗ്സിൻ്റെ ഓണം ഓർമ്മയുണ്ടായിരിക്കും. നമ്മളൊരു കളികളും ഒരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടായിരുന്നു. ഓണം എപ്പിസോഡ് നമ്മൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സോ 2023 ഓണം നമ്മൾ കുറച്ചും കൂടി സ്പെഷ്യലാണ്. അതെ, അപ്പോൾ നമ്മളെന്തായാലും ഒരു ട്രിപ്പ് പോവാണ്, ഫാമിലി ട്രിപ്പ് പോവാണ്. അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കൺസെപ്റ്റാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാണ്. നമ്മൾ 10-15 ആൾക്കാരുണ്ട്. അതും എല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ ഒരു പടമാണ് 12th മാൻ. അപ്പോൾ 12th മാൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇടുക്കി മൂവാറ്റുപുഴയുടെ അടുത്തുള്ള ഗ്രീൻബർഗ് റിസോർട്ടാണ്. സോ നമ്മൾ ഗ്രീൻബർഗ് റിസോർട്ടിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. 12th മാൻ ഷൂട്ടിംഗ് ഒക്കെ നടന്നത് അവിടെയായിരുന്നു. അപ്പോൾ നമുക്ക് ആ റിസോർട്ടിലേക്കുള്ള യാത്രയിൽ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ വൈബൊക്കെ ആസ്വദിച്ച് ഓണം അവിടെ നമുക്ക് കളറാക്കാൻ ശ്രമിക്കാം. 1 ഡേ ട്രിപ്പാണ്. നമ്മളിപ്പോൾ നാളെ നൈറ്റ് തിരിച്ചെത്തും. ദർശു, നമ്മളെങ്ങടെ പോണേ? ടൂറ് പോവാ? ഇടുക്കി പോവാ പറയോ? നമ്മളെ ഒരു 3 മണിക്കൂർ നീണ്ട യാത്ര ശേഷം നമ്മൾ ഗ്രീൻബർഗ് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല തണുപ്പാണ്. റിസപ്ഷനിൽ വന്നാൽ ഇവിടുന്ന് ട്രക്കിങ്ങിന് പോകാം. ഒരു 10 മിനിറ്റ് വൺ സൈഡ്, അവിടെ ഒരു 5 മിനിറ്റ്, തിരിച്ച് 10 മിനിറ്റ്, മൊത്തം ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ തിരിച്ച് ഇവിടെ. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ റിസോർട്ടിലെ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ വീടുകളാണ്. നല്ല രസമുണ്ട്. സാധാരണ നമ്മളൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്ഥലത്ത് പോയി റൂം എടുക്കുന്നേക്കാളും അതെ, കോട്ടേജ് ടൈപ്പ് അക്കോമഡേഷനാണ്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു ഔട്ട് വ്യൂ കാണാം. അതിനുശേഷം റൂമിൻ്റെ ഉള്ളിലേക്ക് റൂം ടൂർ വേറെ ഉണ്ടാവും. നമ്മളിവിടെ 6 കോട്ടേജാണ് എടുത്തിരിക്കണേ. ഇവിടെ 3, അവിടെ 3. അപ്പോൾ നമ്മൾ ഒരെണ്ണം നമ്മൾ എന്തായാലും റൂം വ്യൂ കാണിക്കാം, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നമ്മളെന്തായാലും റൂം വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ കോട്ടേജ് ഇത് ഒരു ബെഡ്റൂം, പിന്നെ TV ഉണ്ട്, 2 ഫർണിച്ചേഴ്സ്, പിന്നെ നമുക്ക് ബെഡ്. അതെ, ഇവിടെ മിറർ വരുന്നുണ്ട്. ലൈറ്റ് കുറച്ച് കുറവാണ്. ഇതൊരു കബോർഡ്. നല്ല സൗകര്യം. നമ്മളെപ്പോഴും കപ്പിൾസിനാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കണേ. അതുപോലെ എല്ലാം 6 എടുത്തിട്ടുണ്ട്. വാഷ്റൂം. നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടാ വരാം. വാ. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ ക്ലൈമറ്റ്? ബ്യൂട്ടിഫുൾ. കൂട്ടി ഇംഗ്ലണ്ട് വരാ ലുന്ന പറയൂ. സൂപ്പർ, അടിപൊളി ക്ലൈമറ്റ്. സൂപ്പർ. അതല്ലേ ചോദിച്ചിരുന്നത്? നമ്മുടെ ടീം മെമ്പേഴ്സ് ആണ്, ഫാമിലി.
ഇനി 2 പേര് വരാനുണ്ട്. അപ്പൊ നമ്മള് വന്ന ദിവസം തന്നെ ഓട്ട മത്സരം നടത്തുകയാണ്. അപ്പൊ നമുക്ക് 4 പാർട്ടിസിപ്പൻസ് ആണുള്ളത്. അപ്പൊ നമ്മുടെ ഓട്ട മത്സരം ഫൈനലില് ഒരു ഫാമിലി തന്നെയുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. നമുക്ക് ഈ അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മുടെ ഫസ്റ്റ് എന്തിനും റെഡിയായി അനീഷേട്ടൻ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ കയറാൻ തുടങ്ങുമ്പോഴേക്കും അനീഷ് ചാടി പപ്പയ്ക്ക് ഇനി അവസരമുണ്ട്. ബെൽറ്റുകളുടെ പരിമിതി മൂലം ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് വെച്ചേക്കുന്നത്. 16 കിലോ വെച്ചിട്ട് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അതായത് എനിക്ക് തോന്നുന്നത് 86-ല് പോലീസ് ട്രെയിനിങ് പീരീഡില് റോക്ക് ക്ലൈംബിങ്ങും അതുപോലെ ജംഗിൾ ട്രെയിനിങ്ങിനൊക്കെ അനുഭവിച്ച ആ ഒരു ഫീല് കിട്ടി. കേറാൻ പോകുമ്പോ പേടിയുണ്ടായിരുന്നു, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോ വളരെ കോൺഫിഡൻസ്. പക്ഷെ പപ്പയുടെ ഇപ്പൊ വയസ്സ് എനിക്ക് 26 വയസ്സാവണല്ലോ. തിരിച്ചിട്ടാ മതി. ആ വയസ്സിൽ ഇത്ര ചുറുചുറുക്കോടെ. പിന്നെ എനിക്ക് അത്രമാത്രം ഗ്രൗണ്ട് സപ്പോർട്ടായിരുന്നു. ഒന്ന് ചുറ്റും കാണിച്ചു നോക്കും, പ്രോത്സാഹിപ്പിക്കുന്നു. എങ്ങനെയാണ് ഞാൻ ഇത് ചെയ്യാതിരിക്കുക? അത് കേരളത്തിന്റെ 4 ജില്ലകളിൽ നിന്നുള്ള വ്യക്തികളാണ് രണ്ടും നമ്മള് കൊണ്ടുപോയ ആൾക്കാർ. ഓക്കെ, താങ്ക് യു. പൂരമെനിക്കൊന്ന് കൂടണം കാന്ത, കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. അങ്ങനെ നമ്മുടെ ഡേ 1 അവസാനിച്ചിരിക്കുകയാണ്. പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആൻഡ് നല്ല ഒരു ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു അവർ ഗ്രീൻബർഗ് നമുക്ക് തന്നത്. നല്ല ഫുഡും ആയിരുന്നു. ഹലോ ഗൈസ്, ഹായ്. അങ്ങനെ സെക്കൻഡ് ഡേയുടെ ആദ്യത്തെ മോർണിംഗ് നിമിഷങ്ങളാണ്. അപ്പോൾ നമ്മളോട് ഇന്നലെ തന്നെ അവർ പറഞ്ഞിരുന്നു 7 o'clock നമ്മളൊരു ട്രക്കിംഗ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ വരാമെന്ന് പറഞ്ഞു. നമുക്കെല്ലാം താല്പര്യമുള്ള നമ്മളെല്ലാവരും പോകുന്നുണ്ട്. അത് നമ്മുടെ ഫാമിലി മൊത്തമുണ്ട്. അപ്പോൾ 7:30 8 ആണ് അവർ ഇങ്ങനെ തന്നിരുന്നത് സ്ലോട്ടുകൾ. സോ നമ്മൾ 7-ൽ പോവാണ്. പിന്നെ അത് വന്നിട്ട് ഫ്രഷ് അപ്പ് ആയിട്ട് പിന്നെ നമുക്ക് വേറെ പരിപാടികളുണ്ട്. അപ്പോൾ എങ്ങോട്ടാ പോണേ? മോർണിംഗ് വാക്ക്, ട്രക്കിങ്ങിന് പോകണല്ലേ? മല കയറാണ്. വെറുതെ ടാറ്റയൊക്കെ പറഞ്ഞ് പോയിക്കോളൂ സ്ക്രീനിലേക്ക് വെറുതെ. പുറകിൽ എടുക്കാൻ പാടില്ല, തലയുടെ പുറകിൽ.
ആ മണിക്ക് അടിക്കില്ല കുളമാണെന്ന് തന്നത് അടിക്കില്ല മൂലമറ്റുള്ള ഓരോരുത്തരോട്ട് അപ്പോൾ നമ്മുടെ ട്രക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുത്തെ ഫാമിലേക്കാണ് പോകുന്നത്. ഫാം ഹൗസിൽ ഇവിടുത്തെ എല്ലാ ഫുഡ് ഉണ്ടാക്കുന്നത് പാലായാലും മോരായാലും എല്ലാ ഐറ്റം ഇവിടുന്ന് ഫിഷ് തുടങ്ങി മീറ്റ് എല്ലാം എവറിത്തിങ് ഇവിടെയാണ് അവർ വളർത്തി നമുക്ക് അത്രയും പ്യുവറായിട്ടുള്ള ഫുഡ് ആണ് ഇവിടുന്ന് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഫാമിലിക്ക് കാണിക്കാൻ കൊണ്ടുപോകുന്നത് തന്നെ. വൈറ്റ് കളർ സാധനല്ലേ ഈ ബുഷ് അതേതൊരു പ്രത്യേക പശു. എന്ത് കോഴിയാ? ഹായ് ഗൈസ്, ഹായ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഓണം ഇവിടെ ആഘോഷിക്കുകയാണ്. ഇവിടെ ഒരു എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഈ ഒരു പ്രകൃതി മനോഹരതയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഓണപ്പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് കളികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു തിരുവാതിരക്കളി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലൊക്കെ കാണാം. പിന്നെ നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തു, ബട്ട് നമുക്കിത് വെക്കേറ്റ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ ചെറിയൊരു ഗെറ്റ് ടുഗെദർ കം ഓണം സെലിബ്രേഷൻ ആയിരുന്നു നമ്മുടെ ഇന്ന്. സോ ബാക്കി വിശേഷങ്ങളായി കണ്ടു കാണാം. അങ്ങനെ നമ്മൾ സെലിബ്രേഷൻ ആയിരുന്നു. ഹാപ്പി അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗുമായി ഇനി വേറെ ലൊക്കേഷനിൽ കാണാം. ടേക്ക് കെയർ, ബൈ.